മെക്സിക്കൻ തുറമുഖത്തെ കപ്പലിൽ നിന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി വിൻഷാറിനായി തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെടുകയാണ് കുടുംബം. ഒരാഴ്ച പിന്നിട്ടും വിവരമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നോർവീജിയൻ കപ്പൽ അധികൃതർ അലംഭാവം കാണിക്കുന്നതായാണ് കുടുംബം ആരോപിക്കുന്നത്. ഇന്ത്യൻ എംബസി അടിയന്തരമായി ഇടപെടണമെന്നും വിൻഷാർ ഏതെങ്കിലും ദ്വീപുകളിൽ അകപ്പെട്ടിട്ടുണ്ടാകാമെന്നുമാണ് കുടുംബം പറയുന്നത്. 7 ദിവസമായിട്ടും ആള് കടലിലെവിടെയും ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ സെർച്ച് ചെയ്യുന്നുണ്ടോയെന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം അവർ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, കമ്പനിയിൽ നിന്ന് നമുക്ക് ഒരു അപ്ഡേഷനും ഇല്ല. എന്നെ ഒന്ന് വിളിക്കുകയോ മെയിൽ അയക്കുകയോ ഞങ്ങൾ ഈ രീതിയിലൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, അല്ല അവിടെ എന്തായിരുന്നു, ആൾക്ക് എന്തായിരുന്നു പ്രശ്നം, എന്താ ആക്ച്വലി സംഭവിച്ചത്, അങ്ങനെ യാതൊരു അപ്ഡേഷനും. ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, അവർക്കൊരു വിവരവുമില്ല, വലിയ ആശങ്കയുണ്ട്, അതുകൊണ്ടാണ് അടിയന്തര ഇടപെടലുകൾ വേണമെന്ന ആവശ്യം ഉയർത്തുന്നത്. തീർച്ചയായും വിനീത, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ വിൻറാഷിനെ കാണാതാകുന്നത്. അതായത് ഇന്നേക്ക് 7 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇതുവരെ ഭാര്യയായിട്ടുള്ള നീതുവിനോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ കാണാതായ അന്ന് രാത്രി ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ കപ്പലിന്റെ ഉടമകൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആളുകൾ ഇവരെ വിളിച്ചു പറയുന്നു ഭർത്താവിനെ കാണാനില്ല എന്നുള്ളത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കമ്പനിയുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഈ കുടുംബത്തിനില്ല എന്നുള്ളതാണ്. അതായത് അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടോ എന്ന കാര്യം പോലും ഈ കമ്പനി അധികൃതർ ഈ കുടുംബത്തെ അറിയിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ കുടുംബം പ്രധാനമായിട്ട് പറയുന്നത്. പല ഘട്ടങ്ങളിൽ ഈ കുടുംബം ഈ കമ്പനിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മറുപടി ഈ കുടുംബത്തിന് ലഭിച്ചില്ല എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്ന ഒരു ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ശരി, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.